രാജ്യാന്തര തുറമുഖമായ വിഴിഞ്ഞത്ത് ചരിത്ര മുഹൂർത്തം. ആദ്യ മദർഷിപ്പായ സാൻ ഫെർണാണ്ടോ ചരക്ക് കപ്പൽ തീരമണഞ്ഞു. വാട്ടർ സല്യൂട്ടോടെ സാൻ ഫെർണാണ്ടോയെ തീരത്തേക്ക് സ്വീകരിച്ചു. മദർഷിപ്പിന്റെ നിയന്ത്രണം തുറമുഖത്തിന്റെ ക്യാപ്റ്റൻ ഏറ്റെടുത്തു. രാവിലെ 7:30യോടെ കപ്പൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഔട്ടർ ഏരിയയിൽ നിന്നും പുറപ്പെട്ടിരുന്നു. കപ്പലിനെ സ്വീകരിക്കാനായി ഔട്ടർ ഏരിയയിലേക്ക് പോയ ടഗ് ബോട്ടുകൾക്കൊപ്പമാണ് കപ്പൽ വിഴിഞ്ഞത്തേക്ക് എത്തിയത്. കപ്പലിന്റെ ട്രയൽ റൺ ഉദ്ഘാടനവും ഔദ്യോഗിക സ്വീകരണവും നാളെയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ മദർഷിപ്പിന് ഔദ്യോഗിക സ്വീകരണം നൽകും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളാണ് ചടങ്ങിലെ മുഖ്യാതിഥി. വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യും മുമ്പ് ഓട്ടോമേറ്റഡ് ക്രെയിനുകളടക്കം എല്ലാ സംവിധാനങ്ങളും പരിശോധിച്ച് ഉറപ്പാക്കാനാണ് മദർഷിപ്പ് എത്തിക്കുന്നത്. പൂർണ്ണതോതിൽ ചരക്ക് നീക്കം നടക്കുന്നതിനുള്ള തരത്തിലുള്ള ട്രയൽ റണ്ണാണ് നാളെ നടക്കുന്നത്. കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് പൂവണിയുകയാണ്. പതിറ്റാണ്ടുകൾ നീണ്ട കേരളത്തിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. വിഴിഞ്ഞത്ത് അന്താരാഷ്ട്ര കപ്പൽ അടുത്തിരിക്കുന്നു. മാത്രമല്ല, ഇത് നാളെ മുതൽ സജീവമാവുകയൂടി ചെയ്യുകയാണ്. ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഷിപ്മെന്റ് കമ്പനിയായ മെസ്കിന്റെ, അതായത് രണ്ടാമത്തെ ഏറ്റവും വലിയ കമ്പനിയാണ് മെസ്കിന്റെ സാൻ ഫെർണാണ്ടോ എന്ന കപ്പലാണ് അടുത്തിരിക്കുന്നത്. അതിനെ അല്പസമയത്തിന് മുമ്പ് വാട്ടർ സല്യൂട്ടോടുകൂടി സ്വീകരിച്ചിരിക്കുന്നു. ഔദ്യോഗികമായ ഉദ്ഘാടനം നാളെയാണെങ്കിലും ഇന്ന് തന്നെ കണ്ടെയ്നറുകൾ ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് പുറകിൽ കാണാൻ പറ്റും, അവിടെ 3 ടഗുകളാണ് ഈ കപ്പലിനെ തീരത്തേക്ക്, അതായത് ബെർത്തിലേക്ക് അടുപ്പിച്ചത്. മാത്രമല്ല, കണ്ടെയ്നറുകളിൽ നിന്ന് ക്രെയിൻ വഴി കണ്ടെയ്നറുകൾ ഇറക്കി തുടങ്ങിയിട്ടുമുണ്ട്. മാത്രമല്ല, ഇവിടെ നിന്ന് ചെറിയ ചെറിയ ഷിപ്പുകളിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക്, മുദ്ര, ബോംബെ ഉള്ള സ്ഥലങ്ങളിലേക്ക് പോകും. നമുക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ജിയോഗ്രഫിക്കലിയും, അതായത് ഭൂമിശാസ്ത്രപരമായും ഡെമോഗ്രാഫിക്കലും ജനസംഖ്യാപരമായും നമുക്ക് ഏറെ നിർണായകമായ സംഗതി തന്നെയാണ് ഈ തുറമുഖം ഇവിടെ വരുന്നതുകൊണ്ട്. സിംഗപ്പൂരാണ് മറ്റ് അന്താരാഷ്ട്ര കപ്പൽ കമ്പനികൾക്ക് ഏറ്റവും ആശ്രയിക്കേണ്ട മറ്റൊരു തുറമുഖം. അത് കഴിഞ്ഞാൽ ഇപ്പോൾ വിഴിഞ്ഞമായി മാറിയിരിക്കുന്നു. കാരണം അത് ഭൂമിശാസ്ത്രപരമായി ഇതിന്റെ പ്രത്യേകത അതുകൊണ്ട് മാത്രമാണ്. ചന്തുവാണ് വിഴിഞ്ഞത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.